ഹലോ ഗൈസ്, ഇന്നെന്താ ഉച്ചയ്ക്ക് സ്പെഷ്യല്? ഇവിടെ ബീഫ് കൊണ്ടാട്ടാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കലാണ് ആദ്യത്തെ പണി. ബീഫ് അടി പിടിക്കാതിരിക്കാനേ ഒന്ന് കൈ കഴുകി പറഞ്ഞാളി. അപ്പൊ ഇതേ നോക്കിയേ, ഒരു 5-6 വിസിലോണ്ട് തന്നെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെന്ത ബീഫിലേക്ക് പൊടികളായി മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരക പൊടി, ഞാനിവിടെ പെരിഞ്ചീരകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, പിന്നെ ബീഫ് വെന്ത കുറച്ച് വെള്ളം, ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് കൈവച്ച് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്ത് കുറഞ്ഞത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ഇത് പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ വെതറി കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പൊ അതെ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് ആ പാനിൽ നിന്ന് മാറ്റി ആ എണ്ണയിലോട്ട് തന്നെ കുനുകുന കട്ട് ചെയ്ത വെളുത്തുള്ളി, കുറച്ച് വറ്റൽ മുളക്, കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുത്ത് വാടി വരുന്ന സമയത്ത് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് അതിന്റെ ഒപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് തട്ടി കൊടുക്കാട്ടോ. വീണ്ടും മിക്സ് ചെയ്തോളി. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് കിടന്നാൽ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് ഒന്ന് പറയും. അപ്പോൾ ടാറ്റാ.